നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 1600 രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. മസ്റ്ററിംഗ് ചെയ്യാത്ത ഒരാൾക്ക് പോലും പെൻഷൻ ലഭിക്കില്ല എന്ന് നമുക്കറിയാം. 2025 മസ്റ്ററിംഗ് തീയതി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചെല്ലാം നോക്കാം. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഇതുപോലത്തെ ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടെന്ന് അങ്ങനെ പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം എന്തെങ്കിലും കാര്യത്തിലുള്ള സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റായി ചോദിച്ചാൽ അറിയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയുന്നതാണ്. പെൻഷൻ ലഭിക്കുന്ന മുഴുവൻ ആളുകൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. അത് ചെയ്യാത്ത ഒരാൾക്ക് പെൻഷൻ ലഭിക്കുകയില്ല. അങ്ങനെ മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ആളുകൾ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവർക്കെല്ലാം കഴിഞ്ഞ വർഷത്തിൽ പെൻഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർക്കിപ്പോൾ 2025 പെൻഷൻ മസ്റ്ററിങ് തീയതി വന്നിട്ടുണ്ട്. ഏപ്രിൽ മെയ് മാസത്തിലായിരിക്കും മസ്റ്ററിങ് ഉണ്ടാവുക. അതിനുമുമ്പായി തന്നെ മുഴുവൻ ആളുകളും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. മുഴുവൻ ആളുകളും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ കണ്ടതുപോലെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി നമ്മൾ അവിടുത്തെ മെഷീനിൽ വിരൽ പതിച്ച് മസ്റ്ററിങ് പൂർത്തിയാക്കുന്ന രീതി മാത്രമാവില്ല ഇപ്രാവശ്യം ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് അതിലൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ഫേസ് ഓതൻറ്റിക്കേഷൻ ചെയ്യുന്ന രൂപത്തിലായിരിക്കും മസ്റ്ററിങ് ഉണ്ടാവുക. നമുക്കറിയാം, നമ്മുടെ പെൻഷൻ വാങ്ങുന്ന ആളുകൾ, അതുപോലെ തന്നെ റേഷൻ വാങ്ങുന്ന ആളുകൾ, ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡ് വാങ്ങുന്ന ആളുകൾക്ക് ഒരു മസ്റ്ററിങ് ഉണ്ടായിരുന്നു. അതിൽ സർക്കാർ കൊണ്ടുവന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. നമുക്കതിൽ ഫോട്ടോ എടുത്ത് നമ്മുടെ ആധാറിൽ വരുന്ന OTP അതിൽ കൊടുത്ത് നമുക്കത് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നു. ഇപ്പോഴും സാധിക്കുന്നുമുണ്ട്. അതുപോലത്തെ ഒരു ആപ്ലിക്കേഷനെ ആയിരിക്കും സർക്കാർ പുറത്തിറക്കുക. അതിൽ നമ്മുടെ ആധാർ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആധാറിൽ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് ഒരു OTP വരും. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആധാറിൽ മൊബൈൽ നമ്പർ കൊടുക്കുക. ആ മൊബൈൽ നമ്പർ നമ്മുടെ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആ മൊബൈലിലേക്ക് ഒരു OTP അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഫോട്ടോ എടുക്കുന്ന പരിപാടിയായിരിക്കും ഉണ്ടാവുക. സെൽഫി ഫോട്ടോ രൂപത്തിലായിരിക്കും എടുക്കേണ്ടി വരിക. അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ആധാറിൽ നമ്മളിപ്പോൾ എടുത്ത ഒരു 10 വർഷത്തിന് മുമ്പ് എടുത്ത ഫോട്ടോയാണെങ്കിൽ അത് അപ്ഡേറ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, ഫോട്ടോ കൂടി അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോ, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, പേര് എന്നിവയെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മുടെ പെൻഷൻ പോർട്ടൽ നമ്മുടെ പേര് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ആധാർ കാർഡിലെയും പേര്. അങ്ങനെയില്ലാത്ത ആളുകൾക്ക്, ചില ആളുകൾക്കെല്ലാം വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഇപ്പോൾ തന്നെ പല ആളുകൾക്കും ആധാറിലൊരു പേരും പെൻഷൻ ഐഡിയിൽ വേറൊരു പേരും ആയതുകൊണ്ട് തന്നെ പല ആളുകൾക്കും കേന്ദ്ര സർക്കാർ വിഹിതമായ 300-400 രൂപ ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ടും പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്ത് നമ്മുടെ ആധാർ കാർഡിൽ എങ്ങനെയാണോ നമ്മുടെ പേരുള്ളത് അതുപോലെ തന്നെ ആക്കാനുള്ള അപേക്ഷ കൂടി ഓൺലൈനിൽ കൊടുക്കണം. പഞ്ചായത്തിലെ മുഴുവൻ അപേക്ഷകളും പോയി ഓൺലൈനിലാണ് കൊടുക്കേണ്ടത്. വില്ലേജ്, അതുപോലെ തന്നെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയെല്ലാം സ്മാർട്ട് ആപ്ലിക്കേഷൻ പോലുള്ള ഓൺലൈൻ വഴി തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആധാർ കാർഡിലെ മുഴുവൻ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ റെഡിയാക്കാൻ ശ്രമിക്കുക. കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാർച്ച് മാസം അവസാനത്തോടു കൂടി തന്നെ സ്കൂൾ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ +1 അഡ്മിഷൻ, സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അക്ഷയയിൽ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ അക്ഷയയിൽ തിരക്ക് കൂടുന്നതിന് മുമ്പായി തന്നെ നമ്മുടെ ആധാർ കാർഡിലുള്ള മുഴുവൻ തെറ്റുകളും തിരുത്താനുള്ള അപേക്ഷ സമർപ്പിക്കുക. നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, ഫോട്ടോ എന്നിവ കൂടി അപ്ഡേറ്റ് ചെയ്യാൻ അവരോട് പ്രത്യേകം പറയണം. എങ്കിൽ മാത്രമാണ് ഇപ്പോൾ സർക്കാർ പുറത്തിറക്കും എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ വഴിയുള്ള മസ്റ്ററിങ്ങിന് സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ ഒരു പൂർണ്ണരൂപമായിട്ടില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ച് പറയുകയാണ്. അതല്ലെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡുമായി മസ്റ്ററിങ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യൽ നിർബന്ധമായിരിക്കും. കഴിഞ്ഞ വർഷം പല ആളുകൾക്കും ആധാറിലൊരു പേരും അതുപോലെ തന്നെ പെൻഷൻ ഐഡിയിലൊരു പേരും ആയതുകൊണ്ട് തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ഇതേ പ്രശ്നം നമ്മുടെ റേഷൻ കാർഡ് മസ്റ്ററിങ് സമയത്തും ഉണ്ടായിരുന്നു. റേഷൻ കാർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റേഷൻ കാർഡിലൊരു പേരും അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡിൽ വേറൊരു പേരും ആയതുകൊണ്ട് തന്നെ പല ആളുകൾക്കും മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പല സമയത്ത് നമ്മൾ പല ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആധാർ കാർഡിൽ എങ്ങനെയാണോ നമ്മുടെ പേരുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ പേരുള്ളത്, അതുപ്രകാരം നമ്മുടെ മുഴുവൻ രേഖകളും കറക്റ്റാക്കാൻ ശ്രമിക്കുക.
നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിലും ആധാറിലും തെറ്റുണ്ടെങ്കിൽ നമ്മൾ ആധാറിൽ ആദ്യം തെറ്റ് തിരുത്താൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.